ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പയർ പുളിച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി, പിന്നെ ഒരു 7-8 ചുമന്നുള്ളി, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഇവ 3 കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ഗ്ലാസ് വൻപയറാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വെച്ചിരിക്കുന്നതാണ്. അതും കൂടെ നമുക്ക് ഈ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇവ 3 കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പയർ ഏകദേശം ഒരു ചുമന്ന കളറാകുന്നത് വരേക്കും ഒന്ന് വഴറ്റിയെടുക്കുക. പയർ ചെറുതായിട്ടൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇവ 3 കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കുടംപുളി ചേർക്കുക. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി 3 അല്ലെങ്കിൽ ഒരു 4 വിസിൽ വരുന്നത് വരെ പയർ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 4 വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പയർ നന്നായിട്ട് വെന്തിട്ടുണ്ടോ നോക്കാം. പയർ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.